എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും BPL സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായിട്ട് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നാണ്. K-Smart വഴിയാണ് ഇതിന് അപേക്ഷിക്കേണ്ടുന്നത്. K-Smart വഴി ഉള്ള അപേക്ഷകളൊക്കെ ചാനലിൽ ലഭ്യമാണ്. K-Smart എന്ന പ്ലേലിസ്റ്റിൽ ഇവയൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമ്മൾ സിറ്റിസൺ രജിസ്ട്രേഷൻ എടുത്ത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടുന്നതുണ്ട്. നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നേരിട്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്താൽ ഉടൻ നമുക്ക് മൈ ആപ്ലിക്കേഷനാണ് വരുന്നത്. പുതിയതായിട്ട് ഒരു അപേക്ഷ അയക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്ന് കാണാം. ആ ന്യൂ ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇടത് സൈഡിൽ കുറേ ലിങ്കുകൾ കാണാം. അതിലേറ്റവും ഒടുവിലായി അതേഴ്സ് എന്നൊരു ലിങ്കുണ്ട്. ആ അതേഴ്സിൽ പ്രസ് ചെയ്യുമ്പോൾ വലത് സൈഡിൽ കുറേ മെനുകൾ വരും. അതിൽ നമുക്ക് താഴോട്ടൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സിറ്റിസൺ വെൽഫെയർ എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ആപ്ലിക്കേഷൻ ടു BPL സർട്ടിഫിക്കറ്റ് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ലോക്കൽ ബോഡി, ഇവിടെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ തന്നെയാണ്, മറ്റൊന്ന് മുനിസിപ്പാലിറ്റി. ഇവയിൽ ഏതാണോ വേണ്ടുന്നത് അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് കൊടുത്ത സ്ഥിതിക്ക് നമ്മളുടെ ലോക്കൽ ബോഡി ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണെങ്കിൽ അതനുസരിച്ചുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത ആൾ തന്നെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒന്നും ചെയ്യേണ്ട. ആളിൻ്റെ മൊബൈൽ നമ്പരും ആധാർ നമ്പരും മറ്റ് ഡീറ്റെയിൽസും പേരുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതല്ല നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു രജിസ്ട്രേഷൻ ഉപയോഗിച്ച് മറ്റൊരാളുടെ അപേക്ഷയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അപ്ലൈ ഫോർ അതേഴ്സ് കൊടുക്കണം. അതല്ല ജോയിൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെങ്കിൽ ജോയിൻ്റ് ആപ്ലിക്കേഷനും കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്ലൈ രജിസ്റ്റർ ചെയ്ത ആളിൻ്റെ പേരിൽ തന്നെ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പേരും മൊബൈൽ നമ്പരും ആധാർ നമ്പരും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴോട്ടുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ആപ്ലിക്കേഷനിലും ഇതേപോലെ ഒരു പേജ് തന്നെയാണ് വരുന്നത്. നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, ലോക്കൽ ബോഡി നെയിം, അതുപോലെ ഫസ്റ്റ് നെയിം എന്നുള്ളത് കറക്റ്റായിട്ടുള്ള പേര് കൊടുക്കണം. മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ മലയാളത്തിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പേരും വീട്ടുപേരും അതേപോലെ പിൻകോഡും അഡ്രസ്സും ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ഇമെയിൽ ID ഒന്നും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ബിൽഡിംഗ് ഫിറ്റ്നസിൻ്റെ ആപ്ലിക്കേഷനിൽ ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് ഇത് വിശദീകരിക്കുന്നില്ല. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് മുകളിൽ കാണിക്കുന്നുണ്ട്. തുടർന്ന് അടുത്ത പേജിലേക്ക് വരുന്നതാണ്. ഇവിടെ ജനറൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. പേര് വന്നിട്ടുണ്ട്. ജെൻഡർ കൊടുക്കുക. അതിനുശേഷം കാറ്റഗറി SC ST OBC ജനറൽ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. തൊട്ടടുത്ത് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ BPL ആണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ BPL സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് BPL കൊടുക്കുക. തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കൻ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇൻകം, ആനുവൽ ഇൻകം, വാർഷിക വരുമാനം കൊടുക്കണം. ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഇൻകം സർട്ടിഫിക്കറ്റിലുള്ള വരുമാനം കൊടുക്കാവുന്നതാണ്. അക്കൗണ്ട് ടൈപ്പ് ബാങ്ക് കൊടുക്കാവുന്നതാണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതുപോലെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അതും കൊടുക്കേണ്ടി വരും. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, അതുപോലെ ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ച്, IFSC കോഡ് ഓട്ടോമാറ്റിക് വരും, അക്കൗണ്ട് നമ്പർ. ശേഷം വരുന്ന പേജിൽ ജനറൽ ഇൻഫർമേഷനാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ ഡോർ നമ്പർ പ്രധാനമാണ്. നമ്മൾ ഈ ലോക്കൽ ബോഡിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആപ്ലിക്കേഷനിൽ ഡോർ നമ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ നമുക്കുള്ള വീടിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഡോർ നമ്പറാണ്, വീട്ടു നമ്പറാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോർ നമ്പർ കൊടുക്കുക. സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം സബ് നമ്പർ കൊടുത്താൽ മതി. ഡോർ നമ്പർ, വീട്ടു നമ്പർ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിനുശേഷം റെസിഡൻഷ്യൽ ഓണർഷിപ്പ് ടൈപ്പാണ് ചോദിക്കുന്നത്. ഓൺ, സ്വന്തമാണെങ്കിൽ ഓൺ എന്ന് കൊടുക്കാം. അതല്ല വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ റെൻ്റൽ എന്ന് കൊടുക്കാം. തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനുള്ള ഒരു കോളം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നും ടൈപ്പ് ചെയ്യാതെ ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരുന്നാലും ആപ്ലിക്കേഷൻ മുന്നോട്ട് പോകും. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം പ്രൊസീഡിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും ഇവിടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. 5 MB താഴെയുള്ള JPG അല്ലെങ്കിൽ
PDF സൈസിലുള്ളതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആദ്യത്തേത് ആധാർ കാർഡാണ്. ആധാറിൻ്റെ ഇരുപുറങ്ങളും ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഡോക്യുമെൻ്റ് നമ്പർ എന്നുള്ളിടത്ത് ആധാർ നമ്പർ കൊടുക്കുക. ഇഷ്യൂഡ് ഡേറ്റ്, ആധാറിലൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ ഏകദേശം ഐഡിയ വെച്ച് നിങ്ങളൊരു ഡേറ്റ് കൊടുത്താൽ മതി. വാലിഡ് അപ് ടു, ആ ഡേറ്റ് കൊടുക്കുന്ന ഡേറ്റിൽ നിന്നും ഒരു 10 വർഷം മുന്നോട്ടിട്ട് ഒരു ഡേറ്റ് വാലിഡ് അപ് ടു എന്നുള്ളിടത്ത് കൊടുത്താൽ മതി. 10 വർഷം കൂടുമ്പോൾ ആധാർ പുതുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് 10 വർഷം കഴിഞ്ഞുള്ളൊരു ഡേറ്റ് കൊടുക്കാൻ പറയുന്നത്. അടുത്തത് റേഷൻ കാർഡാണ്. ഫാമിലിയിലെ റേഷൻ കാർഡ്, അവിടെ റേഷൻ കാർഡ് നമ്പർ കൊടുക്കുക. അതിനും ഒരു ഇഷ്യൂ ഡേറ്റും ഒരു വാലിഡ് അപ് ടു ഡേറ്റും അങ്ങ് കൊടുത്താൽ മതി. കൃത്യമായിട്ടുള്ളതൊന്നും കൊടുക്കണമെന്നില്ല. റേഷൻ കാർഡിലൊക്കെയുള്ള ഡേറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു ഡേറ്റ് അങ്ങ് കൊടുത്താൽ മതി. റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജും അതുപോലെ അംഗങ്ങളുടെ പേര് വരുന്ന ആ പേജും കൂടി രണ്ടും ഒറ്റ ഫയലാക്കി PDF കൊണ്ടുപോയി കംപ്രസ് ചെയ്ത് 5 MB താഴെയുള്ള PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാനിവിടെ ആധാറിൻ്റെ ഇരുപുറങ്ങളും ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം റേഷൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജും അംഗങ്ങളുടെ പേരുള്ള പേജും ഒറ്റ പേജിലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുത്തു. BPL റേഷൻ കാർഡാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടുന്നത്. അടുത്തത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻകം സർട്ടിഫിക്കറ്റാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഇതിൻ്റെ കൂടെ മെർജ് ചെയ്ത് ഒറ്റ ഫയലാക്കി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. റേഷൻ കാർഡിനെ അടിസ്ഥാനമാക്കി കുടുംബത്തിൽ മൊത്തത്തിലുള്ള BPL സർട്ടിഫിക്കറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്യൂ ഡേറ്റും വാലിഡ് അപ് ടു ഡേറ്റും കൊടുക്കേണ്ടതുകൊണ്ട് അതൊക്കെ ഒരു ഏകദേശ ഡേറ്റ് കൊടുത്താൽ മതി. അതങ്ങനെ പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂവിൽ പ്രസ് ചെയ്ത് ഞാൻ ഇങ്ങനെയൊരു പേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കൊടുത്ത വിവരങ്ങളുടെയൊക്കെ ഒരു പ്രിവ്യൂ ലഭിക്കുന്നതാണ്. സശ്രദ്ധം വായിച്ചു നോക്കുക. ഇവിടെയും എഡിറ്റ് ചെയ്യാനുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴെ വന്ന് നമ്മൾ പ്രൊസീഡ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. മുകളിൽ പ്രൊസീഡ് കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി വീണ്ടും പ്രൊസീഡ് കൊടുക്കണം. തുടർന്ന് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ കാണിക്കുകയും അവിടെ കാണിച്ചിരിക്കുന്ന സെൻഡിൽ പ്രസ് ചെയ്ത് ആ മൊബൈലിലേക്ക് OTP വരുത്തണം. അതിനുശേഷം ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് പോപ്പപ്പ് വിൻഡോ വരും. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അവിടെ OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് കൊടുത്ത ശേഷം താഴെ വന്ന് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് നമുക്കൊരു പോപ്പപ്പ് വിൻഡോ ലഭിക്കുകയും ഇവിടെ മോറിൽ പ്രസ് ചെയ്ത് ഇതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അക്നോളജ്മെൻറ്റ് നമ്പരും നമ്മളുടെ ലോക്കൽ ബോഡിയുടെ ഫോൺ നമ്പരും ഒക്കെ അവിടെ ഉണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഹോം പേജിൽ വന്ന് മൈ ആപ്ലിക്കേഷൻ എടുത്ത് അതേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് ലിങ്ക് അവിടെ ഉണ്ടാകും. ഇവിടെ നിന്ന് നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും സ്റ്റാറ്റസ് അറിയുകയൊക്കെ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ബന്ധപ്പെട്ട ലോക്കൽ ബോഡി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും നമുക്ക് ഇതുപോലെ ട്രാക്ക് നമുക്ക് എടുത്ത് ഇത് ഏതൊക്കെ സ്റ്റേജിലായി എന്ന് വിവിധ ഘട്ടങ്ങളിൽ ഇവിടെ നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും. കൂടാതെ ലോക്കൽ ബോഡി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്നും സർട്ടിഫിക്കറ്റ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് ഇതിൻ്റെ BPL സർട്ടിഫിക്കറ്റ്, അപ്രൂവ് ആയ BPL സർട്ടിഫിക്കറ്റ്, BPL സാക്ഷിപത്രം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ സാക്ഷിപത്രം അല്ലെങ്കിൽ BPL സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.